ഇവിടുന്ന് 9 മണി സർവീസ് പോകുമായിരുന്നു. പോയി ഈ തുറ വളയം ഒരു ട്രാവ് കഴിഞ്ഞ് മുന്നോട്ട് പോയപ്പോഴത്തേന് ആന റോഡിൽ കൂടെ നടക്കൂടെ വരുന്നു. നമ്മൾ കുറച്ചു നേരം റിവേഴ്സ് എടുത്ത് മാറ്റി സൈഡിലേക്ക് നിർത്തി. എന്നിട്ട് ആന മുന്നോട്ട് പോകുന്നുണ്ട്. അതൊന്ന് പെട്ടെന്നൊരു പായക്കം പാകി. പക്ഷെ പായത്തിന് തൊട്ട് മുന്നേ വരെ ഇവിടം വരെ ഒന്ന് കൊമ്പ് ഗ്ലാസ്സിലൊക്കെ കൊമ്പ് അടുപ്പിച്ച് നിന്നു. പിന്നെ വണ്ടിക്കകത്തിരുന്ന ആളുകൾ ബഹളം ഉണ്ടാക്കി എന്നൊക്കെ ആക്കിയപ്പോഴത്തേന് ആന സൈഡിൽ കൂടെ പിന്നെ കുറച്ചു നേരം മാറി നിന്നിട്ട് പിന്നെ സൈഡിൽ കൂടെ പോവുകയാണ്. മുമ്പ് ആന പ്രശ്നം വല്ല ഉണ്ടാവില്ല. 2-3 കൊല്ലത്തിനൊക്കെ ഒരു അരമണിക്കൂർ എന്നെ തടഞ്ഞിട്ടതാ കോള പാലത്തിന്റെ അവിടെ. വേറെ കുഴപ്പമൊന്നുമില്ല. ഒന്നുമില്ല. ഇത് പിന്നെ ബൈക്കുകാരെ ഇതിന് തൊട്ടുപുറേ ബൈക്ക് ഉണ്ടായിരുന്നു. ഇത് കോടമല തൊട്ട് റോഡിന് നടുക്കൂടെ നടന്നു വരുവാണെന്നാണ് ഈ ആന. അതിന്റെ തൊട്ടുപുറേ 2-3 ഫാമിലിയൊക്കെ ബൈക്കിനകത്ത് വരുന്നുണ്ടായിരുന്നു. അവരിതിനെ മാറി ബാക്ക് നിൽക്കുമായിരുന്നു. അവരെ പറഞ്ഞത് പിന്നെ ഈ ആന കോടമല തൊട്ട് റോഡിന്റെ സെന്റർ പിടിച്ച് നടന്നു വരിക. വേറെ എങ്ങോട്ട് പോകുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് അങ്ങോട്ട് പോയത് എങ്ങോട്ട് എവിടെ വരെ പോയെന്ന് അറിയത്തില്ല. അങ്ങനെ ദേഹം മുഴുവൻ ചെളിയും അതിന് പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. കണ്ണൊക്കെ വന്നാൽ കുറുകി. ചെറുപേശോട് സൈഡോട്ട് ചെറുപേശോട് ആണ് ആനക്കാരൻ പുറകെ പോകണ്ട. അവിടെ തോട്ടിയിൽ പോണ്ടോ ഇത് അങ്ങനെ അടിപൊളി വേറെ അല്ലേ? മതപ്പെടാൻ നോക്ക്. ഒന്നും ചെയ്യാൻ മതി, പ്രകോപിക്കാൻ ഒന്നും ചെയ്യാൻ മതി. ഒന്ന് സൈഡ് കാണി. എവിടെപ്പം വരുവാടേ? എങ്ങനെ കേട്ടെ കേട്ടത് അങ്ങനെ കാണിക്കട്ടെ. ഓ ഈ സൈഡ് മാറി പോടാ. സാമീപ്യത ഉണ്ടെങ്കിൽ ഇത്രയും വളരെ ഭീകരമായ ഒരു ആനയുമായിട്ട് വളരെ മുഖാമുഖം നിൽക്കുന്നത് ആദ്യമായിട്ടാണ്. ആന വന്ന് നമുക്ക് കൊമ്പ് കോർക്കുന്ന രീതിയിലേക്കായിരുന്നു അതിന്റെ പ്രവർത്തനം. നമ്മൾ വിചാരിച്ച മിക്കവാറും ബസ് അടിച്ച് മറിക്കുന്ന ലക്ഷണം തന്നെ. ഗ്ലാസ് പൊട്ടുന്നുള്ള ഉറപ്പ് ഷുവർട്ടി ഉണ്ടായിരുന്നു. ആൾക്കാരൊക്കെ വളരെ ഭയപ്പാടി ഇരിക്കുകയായിരുന്നു. നമ്മൾ കുറേ ദൂരം ആന വരുന്നതുകൊണ്ട് പിന്തിരിഞ്ഞ് പുറകോട്ട് റിവേഴ്സ് കൊടുത്തെങ്കിലും ആന ഒഴിഞ്ഞു മാറുന്ന ലക്ഷണത്തേക്ക് വന്നില്ല. ആന നേരിട്ടൊരു ആക്രമണത്തിന് തന്നെ മുതിർന്നു വരുന്ന സിറ്റുവേഷനാണ് നമുക്ക് ഇപ്പം ഫീൽ ചെയ്തിട്ടുള്ളത്. വളരെ ഡേഞ്ചറായ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ആ ഭാഗത്ത് അനുഭവപ്പെടുന്നത്.